നമുക്ക് ഒരാളുടെ കുറവുണ്ടല്ലേ? അന്നേരിക്കും ആർക്കെങ്കിലും കാണണ്ട മാവിനെ നമുക്ക് വിളിക്കാൻ മാവിനെ. ആ ഒപ്പം വിളിക്കാൻ ഒന്നുകൂടെ നമുക്ക് മാവിനെ വെൽക്കം ചെയ്യാം. जगन्माता महालक्ष्मी नमोस्तुते श्रीरामवरधरे देवी नानालंकारभूषिते जगत्स्थिते जगन्माता महालक्ष्मी नमोस्तुते പ്രോഗ്രാം നടത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടീസ് ആണ്, പ്രത്യേകിച്ച് ഇത്രയും ഓക്കുപ്പൻസി ഹയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത്. എന്നിരുന്നാലും എല്ലാ HODസിന്റെ സപ്പോർട്ടോട് ഇത്ര സ്റ്റാഫിനെ വെച്ച് നമുക്ക് പ്രോഗ്രാം തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് വെച്ച് കാണുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു ഓക്കുപ്പൻസി കൂടിയപ്പോൾ ഓണത്തിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഓണം കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു എന്താ പറയുക ആവേശം എല്ലാം കെട്ടടങ്ങിയിട്ട് പിന്നെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് മനസ്സുകൊണ്ട് അത്ര അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ആയതുകൊണ്ടാണ് വരുന്നത് എന്തും വരട്ടെ നമുക്ക് ഒരുമിച്ച് നമുക്ക് നോക്കാമെന്ന രീതിയിൽ ഓണത്തിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഒരു ഓണാഘോഷം പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും എല്ലാവരുടെയും കഴിവിന്റെ മാക്സിമം പരിശ്രമിച്ച് ഇവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം HODs എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരുപാട് പേര് വരാൻ വേണ്ടിയുണ്ട്. ഹൗസ് കീപ്പിംഗ് എനിക്കറിയാം, ഹൗസ് കീപ്പിംഗ് റൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് ഒരു കാരണവശാലും അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഗസ്റ്റ് ഒരു രീതിയിലും നമ്മുടെ ഈ ആഘോഷം കൊണ്ട് സഫർ ചെയ്യാൻ പാടില്ല എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പരിപാടി നടത്താൻ തീരുമാനിച്ചേക്കുന്നത്. അറിയാം, കഴിഞ്ഞ മാസം വരെ നമുക്ക് വലിയ ഓക്കുപ്പൻസി കുറവില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പല കാരണങ്ങളും, യുദ്ധം ഉണ്ടായിരുന്നു, ഫ്ലഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഓക്കുപ്പൻസി കൂടാൻ കാരണം. അപ്പോൾ നമ്മളിനി അത് നോക്കിയതിന്റെ കാര്യമില്ല, വന്നതിന്റെ ബാക്കി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താണെങ്കിലും എല്ലാവരുടെ സഹകരണം അവിടെ കണ്ടു, സന്തോഷം. പിന്നെ
ഓണത്തിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുവാണെങ്കിൽ ഓണത്തിന്റെ സന്ദേശങ്ങൾ ഒക്കെ എപ്പോഴും നമ്മൾ പറയുമെങ്കിൽ പോലും ഓണത്തിന്റെ എന്താ പറയുക, നമ്മളൊക്കെ നേരത്തെ കാണുന്ന ആ ഒരു എന്താ പറയുക നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഓണത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു ആഭിമുഖ്യം ഇപ്പോൾ ഓണത്തിനോട് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും അല്ലേ? കാരണം കൂടുതലായി ഇപ്പൊ അണുകുടുംബങ്ങളാണ്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങളാകുമ്പോൾ തലേന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഓണത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടുന്നു. പിന്നെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. പിന്നെ ഓണത്തിന്റെ തലേദിവസം ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടി ഓണത്തിന് വേണ്ടിയുള്ള പാചകങ്ങൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു, ഓണക്കോടി എടുക്കുന്നു. അതൊക്കെ ഒരു ആഘോഷമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അത്ര അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവർ കൂടുതലും അണുകുടുംബങ്ങളിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റ് ലൈഫും കാര്യങ്ങളൊക്കെയാണ്. കൊച്ചിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. അണുകുടുംബങ്ങളായി. ഈ അണുകുടുംബങ്ങളിൽ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ റെഡിമെയ്ഡ് ആണ് അല്ലെ? അവർക്ക് ആർക്കും ബുദ്ധിമുട്ടാൻ വേണ്ടി കഴിയത്തില്ല. പക്ഷെ അത്തം തൊട്ട് 10 ദിവസം ഓണത്തിന്റെ നാൾ വരെ ചാണകം കഴുകി അതില് പൂക്കള് അടുത്തുള്ള വീടുകളിൽ കൂടെയൊക്കെ പോയി പൂ പറിച്ച് പൂക്കള് വിട്ടിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്ന കാലത്തൊന്നും പൂ പോലും റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചിട്ട് നമ്മൾക്ക് ഇന്നലെ എന്നോട് നമ്മുടെ ഹൗസ് കീപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് പൂ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. അതാണ് സാറേ 10 ദിവസം കിടന്നോളൂ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, നമുക്ക് അടുത്ത വർഷം ഇതേ സാധനം ഉപയോഗിക്കാന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആള് നല്ല കാര്യം, നമ്മുടെ കമ്പനിയുടെ റവന്യൂ കാര്യങ്ങളൊക്കെ നോക്കി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പരിപാടി പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ആ ചെയ്യുന്നതിനൊരു ആത്മാർത്ഥത വേണം. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഒരു ഒപ്പിച്ചുകൂട്ടലാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ അവരോട് പറഞ്ഞു, വേണ്ട നമുക്ക് പൂ തന്നെ മേടിക്കാം, എന്ത് വന്നു കഴിഞ്ഞാൽ പൂ മേടിച്ച് അങ്ങനെ അലങ്കരിക്കാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പൂവിന്റെ റേറ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഞാൻ തന്നെ അവരോട് പറഞ്ഞു, നീ പറഞ്ഞാൽ ശരി, നമുക്ക് പ്ലാസ്റ്റിക് പൂ മേടിക്കാം. അപ്പൊ അടുത്ത വർഷവും നമുക്ക് ആ സാധനം അടുത്ത വർഷം അതിനെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നലെ ഞങ്ങൾ കൂടെ പോയി അവസാന നിമിഷം പോയി പ്ലാസ്റ്റിക് പോലെ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ലല്ലേ, കാണുമ്പോൾ ഒരു ഓളമൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് പോകുന്ന വഴിക്ക് മുഴുവൻ ഇമാതിരി പൂക്കളാണ് കിടക്കുന്നത്. ജമന്തിയൊന്നും ഇല്ല. പാവം അണ്ണാച്ചി നമ്മളെ മാത്രം കണ്ടുകൊണ്ട് തമിഴ്നാട്ടിൽ ജമന്തി പൂക്കള് നട്ടുപിടിപ്പിച്ചു. വെറുതെ ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ. ഒരുപാട് എല്ലാവരും ഇത് തന്നെ മേടിക്കുന്നത്, ആരും ജമന്തി പൂക്കളൊന്നും മേടിക്കുന്നില്ല. പിന്നെ മാവേലിനെ നമ്മളെ കൊണ്ട് അറിയാം, ഓണത്തിന് ഒഴിച്ചുകൂടാനാത്ത ഒരു ഘടകമാണ് മഹാബലി. ആ മഹാബലി പോലും ജെൻസി ആയിട്ട് അവിടെ വന്നേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡിസ്കോ പാട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് മഹാബലി വന്നിരിക്കുന്നത്. എന്താണെങ്കിലും കൊതുക് കഴിയുമ്പോൾ ചവിട്ടി താത്താൻ വേണ്ടിയുള്ളതല്ലേ, ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറയണം, നമ്മുടെ 90s കിഡ്സിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 തലമുറയുടെ കൂടെയും ഓണം ആഘോഷിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ന്യൂ ജനറേഷന്റെ ഓണം കാണാൻ പറ്റി, ഓൾഡ് ജനറേഷന്റെ ഓണം കാണാൻ പറ്റി. ഓൾഡ് ജനറേഷനിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ട്, ന്യൂ ജനറേഷന്റെ ഓണം കണ്ടു തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾക്ക് അതാണ്, ആ ഒരു ജനറേഷന്റെ മാത്രം ഒരു പ്രത്യേകതയാണത്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പക്ഷെ ഇനി ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഓണത്തിന്റെ സത്യയൊക്കെ നഷ്ടപ്പെട്ട് എല്ലാവർക്കും ഓണം എന്ന് പറയുന്ന കഥകളിൽ മാത്രം ചരിത്രമാകുന്ന, ഓണം എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്, സാങ്കല്പിക ചരിത്രമാണ്. പക്ഷെ അതിലും ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടും ഒരു 10-20 വർഷം കഴിയുമ്പോൾ. അത് നമുക്ക് ലൈവായിട്ട് കാണാം.